അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പ് എന്ന് പറയപ്പെടുന്ന ഈ സാധനത്ത് നമ്മുടെ ഒരു തോരൻ. ഇത് വാഴക്കൂമ്പിൽ ഇതിലെ ഏറ്റവും വലിയ കോമഡി അല്ലെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഈ വാഴക്കൂമ്പാന്നാക്കി എടുക്കുക എന്നുള്ളത്. ഇതിന് നല്ല കറയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പുറത്തുള്ള നല്ല രീതിയിൽ എണ്ണ പുരട്ട കയ്യിലുണ്ട്. അതിനുശേഷം പുറത്ത് ഈ കട്ടിയിൽ വരുന്ന ബോളുകളെല്ലാം പറിച്ചിടുക. ഉള്ളിലുള്ള ഭാഗങ്ങൾ അരിഞ്ഞിടുക. വളരെ നേരിയ കഷ്ണമായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞെടുത്തതിന് ശേഷം ഇത് ഉടനെ തന്നെ വെള്ളത്തിലേക്ക് ഉപ്പുവെള്ളത്തിലേക്ക് മാറ്റും. ഉപ്പുവെള്ളത്തിലേക്ക് അരിഞ്ഞിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കറയൊക്കെ അതിനകത്തേക്ക് പോകും. നമ്മൾ സാധാരണ ഈ കായൊക്കെ അരിഞ്ഞിടുന്ന പോലെ എന്നിട്ട് നന്നായി കഴുകിയെടുക്കുക. ആ വെള്ളം കളയുക. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം അതിലേക്ക് നോക്കി വയ്ക്കുക. ആ ഒരു ഈർപ്പം അതിനകത്ത് നിൽക്കുക. ഇത്രയുമാണ് ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനം. പിന്നെ അഡീഷണൽ ഇതിന് കൂടെ നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ, ഒന്ന് തേങ്ങ, ഒരു അരമുറി തേങ്ങ, അതുപോലെ ഒരു 4-5 ചെറിയ ഉള്ളി, ഒരു 5 വെളുത്തുള്ളി, 2 പച്ചമുളക്, മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മതി, ഒരു നുള്ള് അതിന് വേണ്ട ഉപ്പും. ഇത്രയും ഒന്ന് ഒരു മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം അരക്കൊന്നും വേണ്ട. കുറച്ചൊരു തരിതരി പോലെ കിടക്ക് തന്നെയാണ് വേണ്ടത്. നമ്മൾ ഈ അവിയലിനൊക്കെ അരക്കുക അതുപോലെ തന്നെ അതിനുള്ളിൽ ഈ ഉള്ളിയും സാധനങ്ങളും കൂടുതൽ അരയണം എന്ന് മാത്രമേ ഇതിലുള്ളൂ. അപ്പോൾ ഒരു 4-5 ചെറിയുള്ളി, 4-5 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് തേങ്ങ അരയ്ക്കും. ഒരു മുറി തേങ്ങ, അതായത് ഒരു തേങ്ങയുടെ പകുതി ഇതൊക്കെ മതി. അത് അരച്ചു വയ്ക്കുക. ഇത് കൂടാതെ കടുക്, ചുവന്നുള്ളി, വേപ്പില, ഇത്രയുമാണ് ഇതിൽ ഇൻഗ്രീഡിയൻ്റായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. വേറെയുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇടണം. അത്ര മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വേറെ പൊടികളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടതില്ല. അപ്പം ഇത് അരിഞ്ഞിട്ട് വരാം. നമ്മളൊരു ചട്ടി വെച്ചു. ചട്ടിക്ക് കുറച്ച് എണ്ണ. വെളിച്ചെണ്ണയാണെങ്കിൽ ഒരു സ്മെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളിവിടെ ഞാൻ പതിവ് തന്നെ വെളിച്ചെണ്ണയല്ല, പകരം റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്തത്. നേരത്തെ പറഞ്ഞ വാസനയും അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടി ചേർക്കണം. വെളിച്ചെണ്ണ പോലെ തന്നെ കുറച്ച് സ്മെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ടേസ്റ്റും ഒക്കെ വന്നോളും. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂണ് കടുകിട, 1-1.5 സ്പൂൺ ഇടാണ്. അത് വഴക്കുമ്പനുസരിച്ച് ഞാനിവിടെ ഏകദേശം 1.5 വഴക്കുമ്പോളം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ കുഴപ്പം. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 4 മുളക്, ഉണക്കമുളക് ഇങ്ങനെ പൊട്ടിച്ചിടുക. അതിലേക്ക് ഒരു തണ്ട് വെളുത്തുള്ളി, ഒരു തണ്ട് വേപ്പില. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന തേങ്ങയുടെ മിശ്രിതം ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞിരുന്നു. തേങ്ങ, ഉള്ളി, മുളക്, വെളുത്തുള്ളി,
ഇതൊക്കെ ഇട്ടിട്ട് നമ്മളൊരു അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായി, അത് ഇതിലേക്ക് ഇടാം. ഇതൊക്കെ എടുത്ത് ചോദിക്കും, സാധാരണ തേങ്ങ അവസാനമല്ലേ ഇടുക? ഇവിടെ നമ്മൾ ആദ്യം ഇടുന്നതിന് കാരണം നമ്മളിവിടെ ഉണ്ടാക്കുന്നത് വാഴക്കൂമ്പ് വേവാനധികം സമയം ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് വേവും. അതിൽ തന്നെ ഈ തേങ്ങയും ഉള്ളിയും ഒക്കെ ഒന്ന് ചൂടായി വന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ തേങ്ങയും ഉള്ളിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ മിശ്രിതം ഇടുന്നത്. കാരണം ഇതിൽ വെളുത്തുള്ളി ഉള്ളതുകൊണ്ട് ഇതിനൊരു പച്ചമണമാണ്. അതൊന്ന് മാറി അപ്പോൾ ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് വെള്ളവും എണ്ണയും ഇപ്പോൾ നേരത്തെ നമ്മൾ ഒഴിച്ചിരുന്ന എണ്ണയൊക്കെ തേങ്ങ വലിച്ചെടുക്കും. എന്നിട്ടത് പുറത്തേക്ക് അതിൻ്റെ എണ്ണ കൂടിയായിട്ട് പുറത്തേക്ക് വിടും. അപ്പോൾ അത് ഒരു 2-3 മിനിറ്റ് നമ്മൾ ഒന്ന് ഇളക്കാം. തേങ്ങ ഒന്ന് മൂത്തു, എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി, ആ മണമൊക്കെ വന്നു തുടങ്ങി എന്നുണ്ടെങ്കിൽ അതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള വാഴക്കൊമ്പിട. അത് വെള്ളത്തിലിട്ട് കൊണ്ട് ഒരു ചെറിയ ഈർപ്പ് കൊണ്ട് ഈർപ്പ് അതിൻ്റെ കൂടെ അത് വേവാൻ സഹായിക്കും. ഇത് ഇടുമ്പോൾ കുറച്ച് കൂടുതലുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ്. ഇത്രയൊന്നും ഉണ്ടായില്ല, കാരണം ചൂടായി കഴിഞ്ഞാൽ ഇതൊന്ന് അമങ്ങും. ഞാനിത് മുഴുവൻ ഇട്ടിട്ട് വരാം. വാഴക്കൂമ്പ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് ഇളക്കുക. നേരത്തെ നമ്മൾ ഇട്ടിട്ടുള്ള തേങ്ങയും ഒക്കെ ഇതിലൊന്ന് മിക്സാണ്. തീ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. അത് തന്നെ തുടരുക. ഇതിൽ കഴിയുന്നതും ചെറിയ ഉള്ളി തന്നെ ഇടാൻ ശ്രമിക്കുക. ചില ആൾക്കാർ എളുപ്പം നോക്കിയിട്ട് സവോള ഉണ്ട്. സവോള ഇടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷേ സവോള ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റിൽ കുറച്ച് വ്യത്യാസമാണ്. ചെറിയൊരു മധുരം കയറി. അത് ഒഴിവാക്കാൻ നല്ലത് ഈ ചെറിയ ഉള്ളിയുടെ ഉണ്ട്. അത് വേവുന്നതിനനുസരിച്ച്, അത് ചൂടാകുന്നതനുസരിച്ച്, വേവുന്നതിനൊന്നും പറയാൻ പറ്റില്ല, വേവാറുന്നതായിട്ടില്ല, ചൂടാകുന്നതിനനുസരിച്ച് അതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നത് കാണാം. നേരത്തെ നിറഞ്ഞു നിന്നിരുന്ന വാഴക്കൊമ്പ് ഇപ്പോൾ ഒതുങ്ങി. പിന്നെ ചിലർ ഇതരിഞ്ഞതിന് ശേഷം എണ്ണയും ഉപ്പൊക്കെ വെള്ളത്തിൽ കലർത്തിയിട്ട് ഇതിലെ നാരുകൾ മാറ്റുന്നത് കാണുന്നുണ്ട്. അത് ചെയ്യാതിരിക്കുക. നാര് ഇതിലുണ്ടാകുന്നത് നല്ലതാണ്. കറ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ കളയണ്ട എന്നാണ് ഞാൻ പറയുന്നത്. കറ തന്നെ ഇതിനകത്ത് ഒരു ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ കറ വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ ഒരു ചെറിയ കയ്പും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് കറ കുറച്ച് കളയാം, അതേസമയം നാര് കളയണമെന്നില്ല. അപ്പം ഇതൊന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പരത്തിയിടുക. അല്പം വെള്ളം ഇതിൽ തളിച്ചു കൊടുക്കുക.
ഒഴിക്കേണ്ട, എല്ലാ ഭാഗത്തു നിന്ന് വരാവുന്ന രീതിയിലൊന്ന് തിളച്ചാൽ മതി. ചെറിയൊരു നനവുണ്ടാക്കണം. 2-3 ടീസ്പൂൺ വെള്ളമൊക്കെ മതി. ആ ആവിയിലിരുന്നിട്ട് അത് വെന്തോളും. അടച്ചു വയ്ക്കുക. തീ പറഞ്ഞ പോലെ ഹൈ ടു മീഡിയം എണ്ണ വയ്ക്കുക. അതിലിരുന്ന് അത് വേവും. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കുരുമുളക്, 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു വേപ്പിലയും ഞാൻ ഇതിനകത്തേക്ക് വിതറിയിട്ടുണ്ട്. ഇതിന് വെള്ളമൊക്കെ മുഴുവൻ വറ്റി കഴിയും. ഇതൊന്ന് ഇളക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് നിങ്ങൾ അവസാനം ഇട്ടാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ കുരുമുളകിൻ്റെ ഒരു ഫ്ലേവറും ഇതും സ്വാദം നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് അവസാനം കുരുമുളക് ഇടും. അതുപോലെ കുരുമുളക് പൊടിയായിട്ട് നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കാൻ അതിന് വലിയ ഫ്ലേവറൊന്നും ഉണ്ടാവില്ല. കുരുമുളകായിട്ട് തന്നെ മേടിച്ചിട്ട് അത് പൊടിച്ചാൽ മതി. അതായിരിക്കും കുറച്ചുകൂടി നല്ല സ്വാദുണ്ടാവാൻ നല്ലതാണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു വാഴക്കൂമ്പ് തോരന് ആവശ്യമായിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി വേപ്പിലിടാം. ഞാനത് ഇടുന്നില്ല. ഇത്രയിൽ ഞാൻ നിർത്തുന്നു. ഞാനിത് അടച്ചു വയ്ക്കുന്നു. ഈ താഴെ നിന്നുള്ള ഈ ചൂട് ഇതേപോലെ നിൽക്കുന്നുണ്ട്. ആ ചൂടിലിരുന്ന് കുറച്ചുകൂടി ഒന്നുകൂടി വേവും. അപ്പോൾ ഇത്രയുമാണ് വാഴക്കൂമ്പ് തോരനായിട്ട് ആവശ്യം.